ഇന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വളരെ ലൈറ്റായിട്ടാണ് കിടന്നുറങ്ങുന്നത്. രാത്രി 12 മണി ആയി കഴിയുമ്പോഴേക്കാണ് നമ്മൾ ഒന്ന് ആക്റ്റീവായിട്ട് പിന്നെ മൊബൈൽ നോക്കിയിരിക്കും. 3 മണി 4 മണി വരെ നോക്കിയിരിക്കും. ഉറക്കമില്ല. രാവിലെ എണീക്കണത് 11 മണി 12 മണി ആ സമയത്തൊക്കെയാണ്. ആകെ മൊത്തം ശോകമാണ്. സൈക്കിൾ മൊത്തം തെറ്റിയിരിക്കണതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ നാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വരും, അല്ലെങ്കിൽ ലൈഫ് മൂഞ്ചി കുത്തും, ലൈഫ് ഷോക്കായി പോകും. എൻ്റെ ലാംഗ്വേജ് ഇത്തിരി മോശമായത് ക്ഷമിക്കുക. പിന്നെ നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് സമയമില്ലാത്ത കാരണം അതൊക്കെ മുടങ്ങി പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിക്കണ ഇനി പർപ്പസ്ഫുള്ളി എന്തെങ്കിലും ചേഞ്ചസ് ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചില്ലെങ്കിലില്ലേ ഇങ്ങനെ ഷോക്കായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ എണീക്കണം. വെളുപ്പിന് പറ്റുവാണെങ്കിൽ എണീക്കണം കേട്ടോ. വെളുപ്പിന് പറ്റുവാണെങ്കിൽ എണീച്ചിട്ട് കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഈ സോഫ്റ്റ് ലാൻഡ് ചെയ്യില്ലേ, അതേമാതിരി ഉറക്കം കഴിഞ്ഞ് എണീച്ച് ഇത് ശാന്തമായിട്ട് ലൈഫിലായിട്ട് അന്നത്തെ ദിവസം തുടങ്ങണം. അന്നത്തെ ദിവസം തുടങ്ങിയിട്ട് ഫ്രഷായിട്ട് കാര്യങ്ങൾ ചെയ്യണം രാവിലെ തന്നെ. കുറച്ച് നാൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിലോട്ട് ട്യൂൺഡാവും. പിന്നെ രാവിലെ എണീച്ച് സൂര്യനെ കാണുന്നതൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കൊക്കെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നമ്മൾ സൂര്യോദയം കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3-4 മാസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. സൂര്യനെ പോയിട്ട് ചന്ദ്രനെ പോലും കാണുന്നില്ല, കാരണം മഴയാണ്. അപ്പോൾ നമുക്ക് സൂര്യനെയും ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് രാവിലെ എണീച്ചിട്ട് എന്തായാലും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാനിപ്പോൾ സാധാരണ ഉള്ള പോലെ തന്നെ രാവിലെ എണീച്ചിട്ട് രാത്രി പുറത്തോട്ട് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീട്ടിലോട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ഇത്തിരി ഇരുട്ടുള്ള സ്ഥലമാണ്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ ശോകമാണ്. 1.5 ഡാം വിട്ടിട്ട് ലൈറ്റൊക്കെ കേടായിട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഇന്ന പാർട്ടിക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എല്ലാ പാർട്ടിക്കാരും ഭരിക്കുന്ന സമയത്ത് ഈ ലൈറ്റൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ പ്രാവശ്യത്തെ മെമ്പർ വന്നിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പുള്ളി ഇത്തിരി നൈസ് മെമ്പറാണ്. ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയാനുള്ള ആൾ ഇത്തിരി നൈസ് മെമ്പറാണ്. അപ്പോൾ അത് കാരണം ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളധികം പ്രതീക്ഷിക്കണല്ലോ, വലിയ വ്യത്യാസമൊന്നും വരാനായിട്ട് പോകണില്ല, നമുക്ക് അറിയാം. പിന്നെ ഞാൻ ഒരു സാധനം കാട്ടിത്തരാം. ഈ ബോർഡുണ്ടല്ലോ, അത് നമ്മുടെ കൊച്ചച്ഛൻ്റെ കമ്പനിയുടെ ബോർഡാണ്. പുള്ളി സ്പോൺസർ ചെയ്തതാണ്. സെറ്റപ്പ് സാധനമാണ്. ഒരു യൂസ്ഫുൾ സാധനം എന്തായാലും സ്പോൺസർ ചെയ്തേക്കണം. അത് കാരണമാണ് ഞാനിത് കാട്ടിയത്. നമ്മുടെ വളവിലുള്ള മറ്റേ മിറർ ഉണ്ടല്ലോ, ആ മിററാണ്. അപ്പോൾ ആൾക്കാർ പറന്നു വന്ന സമയത്ത് അപ്പുറത്തേക്കൂടെ വണ്ടി വന്നിട്ടുണ്ടെന്നൊക്കെ ഇതിൽ നോക്കിയിട്ട് എന്തായാലും കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാട്ടിത്തരാം. ഇതാണ് സംഭവം. വേഗം വേണ്ട, 2 സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ വണ്ടികൾ വളവ് തിരിഞ്ഞിട്ട് പറന്നായിരിക്കും തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വണ്ടികളൊന്നും കാണില്ല. അപ്പോൾ ഈ സാധനം ഇരിക്കണ കാരണം എന്തായാലും നല്ലതാണ്, ആൾക്കാർക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ എന്തെങ്കിലും ഇതേപോലത്തെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തു കൊടുത്താലൊക്കെ വളരെ നല്ലതാണ്. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ നമ്മൾ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ജീവിച്ചിട്ടും ഡെഡായി പോയി കഴിഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും രീതിയിൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനാ, അല്ലെങ്കിൽ നമുക്കാ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനാ, ആർക്കെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് വേണമല്ലോ. അല്ലെങ്കിൽ പിന്നെ വേസ്റ്റായി പോകില്ല നമ്മൾ. ഇപ്പോൾ പറ്റുകയാണെങ്കിൽ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മൾ യൂസ്ലെസ് അല്ല, യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് ലൈഫ് മുന്നോട്ട് പോവുക. ഒരു കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാവരുടെ ലൈഫിലും കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. പ്രോബ്ലംസ് ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ. അപ്പോൾ പ്രോബ്ലംസ് വരുമ്പോഴേക്കും അതിനെ ഫേസ് ചെയ്യുക, അതിനെ സോൾവ് ചെയ്യുക. അല്ലാതെ ഡിപ്രസ്ഡ് ആയിട്ട് നമ്മൾ ഷോക്ക് അടിച്ചിരുന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ വേറെ ആർക്കും അതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല.
അതൊരു തിരിച്ചറിവാണ്. അതെൻ്റെ സ്വന്തം ലൈഫിൽ നിന്ന് ഞാനത് പഠിച്ചെടുത്താണ്. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട പ്രൈമറി ചുമതല നമുക്ക് തന്നെയാണ്. അത് നമ്മൾ ചെയ്യാത്തിടത്തോളം നമ്മുടെ കൂടെ ഉള്ളവർ എന്തോരം പരിശ്രമിച്ചാലും എന്തൊക്കെ ചെയ്തിട്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യം ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയുക, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ വലിയ ബ്ലെസ്ഡ് ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ജീവിക്കാനും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് നമ്മൾ ബ്ലെസ്ഡ് ആണ്. അതൊക്കെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ഇത്തിരി ഗ്രൗണ്ടഡ് ആവും. നമ്മൾ ഇത്തിരി ലൈഫിനെ ഒരു പോസിറ്റീവായിട്ട് കാണാനായിട്ടൊക്കെ തുടങ്ങും. പിന്നെ പറ്റുന്ന രീതിയിൽ ആൾക്കാരെ സഹായിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, സന്തോഷം സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സീ യു, ബൈ ബൈ. ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് അതൊക്കെ ഒരു പ്രചോദനമാണ്, അതൊക്കെ ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുക. അതൊക്കെ ഫോർ ദ ബെറ്റർ കോഴ്സ്, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അതൊക്കെ ചെയ്യണേ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് സീ യു, ബൈ ബൈ.